السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. വേദിയിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങളെ, SSF സ്റ്റേറ്റ് ഭാരവാഹികളെ, കർണാടക മുസ്ലിം ജമാഅത്ത്, SOS ഈ മഹല്ല് പ്രതിനിധികളെ, കൊടക് ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘിച്ച് സംസാരിക്കാനുള്ള ഒരു സമയമല്ല, ഇനി പല കാര്യങ്ങളും ഇവിടെ നടക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SSFന്റെ 12ാമത്തെ എഡിഷൻ സാഹിത്യോത്സവിന്റെ സമാപന പരിപാടിയിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുള്ളത്. സാഹിത്യോത്സവിന്റെ പ്രസക്തിയും സംഘടനയിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുമൊക്കെ നമ്മുടെ നേതാക്കൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. സാഹിത്യോത്സവ് സ്റ്റേറ്റ് കമ്മിറ്റി നമ്മുടെ മഹത്തായ കൊണ്ടങ്കേരിയിലെ പ്രവർത്തകർക്ക് അറിയിച്ചതിൽ മുതൽ ഇന്ന് വരെ, ഈ സമയം വരെ നമ്മോട് കൈകോർത്ത ധാരാളം പ്രവർത്തകർ, ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ ജില്ലയിലെ മുസ്ലിം ജമാഅത്തിന്റെയും SOSന്റെയും SSFന്റെയും നേതാക്കൾ, ഈ ജില്ലയിലെ വിവിധ മഹല്ലുകളിലുള്ള നേതാക്കൾ, പ്രവർത്തകർ, ഈ നാട്ടിലെ സംഘകുടുംബത്തിലെ എല്ലാ വ്യക്തിത്വങ്ങളും നമ്മുടെ മഹത്തായ ഈ പരിപാടിയുടെ വിജയത്തിന് നമ്മോട് കൈകോർത്തു. കൊണ്ടങ്കേരിയിലുള്ള സംഘടനാ പ്രവർത്തനത്തെ കുറിച്ചിട്ടൊന്നും ഈ സമയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ സംഘടന ഉടലെടുത്തതു മുതൽ നമ്മുടെ ഈ കർണാടകയിൽ സംഘടനാ ചാനൽ വരുന്നതിന് മുമ്പ് തന്നെ കൊടക് ജില്ലയിലെ വിവിധ മഹല്ലുകളിൽ SSF പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രസക്തമായി കേരളത്തിന്റെ ആ സംഘടന, ആ ബോധത്തോടുകൂടെ പ്രവർത്തിച്ച ഒരു ശാഖയായിരുന്നു കൊണ്ടങ്കേരി SSF. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഈ ഒരു സാഹിത്യോത്സവം നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ മഹല്ലത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾ പലതും അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കിട്ടി. ഇവിടെ ഒരുപാട് കാലം, വർഷങ്ങളോളം സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിഷ്കളങ്കനായ ഒരു പ്രവർത്തകന്റെ ഒരു സംഘടനയുടെ 24-48 മണിക്കൂർ SSF എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഈ ജില്ലയിൽ, ഈ നാട്ടിൽ ഇവിടെ പാറിക്കളിച്ചു എന്നുള്ളത്, ഇവിടെ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു പ്രവർത്തകന്റെ അള്ളാഹുവിന്റെ ഖബൂലിയത്താണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇത്തരം വരുന്ന സംരംഭങ്ങളിൽ, ഇതുപോലത്തെ പരിപാടികൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം. എന്റെ ഒരു അനുഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നുള്ളത്. നമ്മുടെ ഈ കൊടക് ജില്ലയിൽ SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവ് ഇത് 3ാമത്തെ തവണയാണ്. കുഷാനഗറിൽ 2004 നടന്നിട്ടുണ്ടെങ്കിൽ 2018 നടന്നത്, SSFന്റെ സാഹിത്യോത്സവം നടന്നത് നമ്മുടെ മർക്കസുൽ ഹിദായ കൊട്ടമുടയിലാണ്. അന്ന് ആ പരിപാടിയുടെ വിജയത്തിന് നമ്മോട് കൂടെ ഇന്ന് ഈ പരിപാടിയിലൊക്കെ താജുദ്ദീൻ ഖാദിനി പോലെ, അസൈനാർ സഖാഫി ഉസ്താദിനെ പോലെ, നസീറിനെ പോലെ, അനസിനെ പോലെ, സക്കരിയനെ പോലെ, അങ്ങനെ ഒരുപാട് പ്രവർത്തകർ ഈ പരിപാടിയുടെ വിജയത്തിന് ദിവസങ്ങളോളം, അങ്ങനെ നൂറുകണക്കിന് പ്രവർത്തകർ, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ ഉമ്മമാർ, ഇവിടുത്തെ എല്ലാ ആളുകളും നമ്മോട് കൈകോർത്തതുപോലെ 2018 നമ്മോട് കൂടെ ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് സഹകരിച്ച് അതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച റഫീഖ് സഖാഫി ഇന്ന് നമ്മോട് കൂടെ ഇല്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു സാഹിത്യോത്സവം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആരുണ്ടാകുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അപ്പൊ SSFന്റെ പരിപാടികൾ, SSFന്റെ സംരംഭങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം
നാം അതിലൊക്കെ കണ്ണിയാവണം, ഭാഗ്യാവണം. നമുക്ക് ഇവിടെ ദുആ ചെയ്തതുപോലെ ആലിമീങ്ങളുടെയും എല്ലാവരുടെ ദുആഉം എല്ലാ സമയങ്ങളിലും ഇന്ന് ഞാൻ റഫീഖ് സഖാഫിയുടെ പേര് ഞാൻ ഇവിടെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 2018 ആത്മാർത്ഥതയോടുകൂടെ SSFന്റെ സാഹിത്യോത്സവത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് ഇതുപോലെയുള്ള ഓരോ സംരംഭങ്ങളിലും നമ്മെ, നമ്മുടെ പ്രസ്ഥാനം, സംഘ കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ നാം അതിൽ ഭാഗ്യാവണം. സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു മെമ്പർഷിപ്പ് നാം ഇവിടെ നമ്മുടെ നേതാക്കൾ നമ്മോട് പറഞ്ഞു. നമ്മളതിൽ വളരെ ഭംഗിയായി നാം അത് നിറവേറ്റണം. ലക്ഷത്തോളം വരുന്ന പ്രവർത്തകരെ ഇതിൽ കണ്ണിയാകണം. തങ്ങളാപ്പ പറഞ്ഞതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് നമുക്ക് യാസീൻ ഓതുന്ന മക്കളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. സോഷ്യൽ മീഡിയ വളരെ മലീമസമായിരിക്കുന്നു. ക്യാമ്പസുകൾ വളരെ മലീമസമായിട്ടുണ്ട്. വാപ്പയെ കണ്ടാൽ വാപ്പയെ തിരിച്ച് അങ്ങോട്ട് ഒരു സലാം പറയുന്ന ഒരു ചുറ്റുപാടല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മക്കൾ ആ രീതിയിൽ നമുക്ക് വളർത്തണമെങ്കിൽ ഇത്തരം ഒരു സംവിധാനത്തിൽ ആത്മീയ ലോകത്ത് ആത്മീയ നേതൃത്വത്തിന്റെ കീഴിലായി നമ്മുടെ മക്കളെ വിടണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഒരു സമയത്ത് ഇതിനെല്ലാം പ്രവർത്തിച്ച ഇവിടെ പാടി പറഞ്ഞ പ്രതിഭകളോട് ഞങ്ങൾക്കൊന്നു പറയാനുണ്ട്. നിങ്ങളുടെ സ്റ്റേജുകളിൽ, നിങ്ങളുടെ പേജുകളിൽ ഭാവിയിൽ നിങ്ങൾ ഉയരുമ്പോൾ ഈ കൊണ്ടങ്കേരിയുള്ള ഉമ്മമാരെയും കൊണ്ടങ്കേരിയുള്ള പ്രവർത്തകരെയും കൊണ്ടങ്കേരിയുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും ഈ കൊടക് ജില്ലയിലുള്ള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും ഒരു നേതാക്കളെയും ഒരു പ്രവർത്തകരെയും നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്കൊരു അവസരം ഞങ്ങൾ ഇവിടെ ഒരുക്കി തന്നു. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ദുആയിൽ എല്ലാവരെയും എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ ഉണ്ടാക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളാൽ വല്ല അബദ്ധങ്ങളും ഞങ്ങളുടെ വാക്കുകളാലോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളാലോ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്ത അസൗകര്യങ്ങളാലോ എന്തെങ്കിലും ഒരു പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടങ്കയിലുള്ള മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ കൊണ്ടങ്കയിലുള്ള മുഴുവൻ മുസ്ലിം ജമാഅത്ത് അതുപോലെ കൊടക് ജില്ലയിലുള്ള എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണമെന്നും നിങ്ങളുടെ ദുആ എല്ലാ സമയങ്ങളിലും ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തി എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.